ഹലോ ഗൈസ്, ടിപ്സിന്റെ പുറത്ത് വീട്ടിലേക്ക് ഒരിക്കലും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള മിക്കി പെറ്റ്സ് എന്ന ഷോപ്പിലേക്കാണ്. ഒരു പുതിയ പെറ്റ്സിന്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് സുമേഷോട് ചോദിച്ചു വെക്കാം. നേരെ വീഡിയോയിലേക്ക് പോയാലോ. എൻ്റെ ഒരു സുമേഷ്, നമ്മുടെ ഷോപ്പിന്റെ ഒരു മിക്കി പെറ്റ്സ് എന്നാണ് സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പഴേക്കുള്ള ആനപ്പാറ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മുൻ സബ്ജയിൽ നടന്ന ഒരു 100 മീറ്റർ മുകളിലായിട്ടാണ്. അപ്പോൾ നമുക്കിന്ന് കുറേയധികം എക്സോട്ടിക് ബേർഡ്സിന്റെ, അതുപോലെ തന്നെ പുതിയ സ്റ്റോക്ക് പൈത്തൻസ്, അതുപോലെ ഗ്ലൈഡറുകളൊക്കെ നമുക്കിന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. അതുകൊണ്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ലോറി കിറ്റിന്റെ ഒരു 7 മാസം പ്രായ ടൈംഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വൈസൺ ലോറിയാണ് രണ്ടും. 7 മാസം പ്രായം വരുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ സംസാരിക്കാൻ കഴിവുള്ള ബേർഡാണ് ലോറി കിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ഏജിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ ചെയ്ത് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. 7 മാസം പ്രായമുണ്ട്. നല്ല ഹൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതിന് വരുന്ന പ്രൈസ് 23,000 രൂപയാണ്. പേരിന് വരുന്ന പ്രൈസ് ഒരു പേരിന് 23,000 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മളവിടെ എൻക്വയറി ചോദിക്കുന്ന സാധനമാണ് ഗ്ലൈഡർ. ഷുവർ ഗ്ലൈഡറിനകത്ത് തന്നെ ലൂസി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ വൈറ്റ് ആണ് ഈ ലൂസി എന്ന് പറയുന്നത്. ഗ്ലൈഡർ ഒരു 3-4 ടൈപ്പ് ഉണ്ട്. അതിനകത്ത് അത്യാവശ്യം ഡിമാൻഡുള്ളൊരു കളർ വേരിയന്റ് ആണ് ലൂസി ഗ്ലൈഡർ. ഇപ്പോൾ നമുക്ക് അഡൽട്ട് പേരുണ്ടായിരുന്നു. ഇതിന്റെ പേര് സെയിലായി. ഇപ്പോൾ ബേബിക്ക് ഏകദേശം 3 മാസമാണ് പ്രായം വരുന്നത്. ഫുള്ള് സെൽഫ് സീറ്റഡ് ആണ്. നല്ല ടൈമിലാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരു പെറ്റിനെ വാങ്ങിക്കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ റൈറ്റാണ്. നോർമലി ഇതിന്റെ ഫീഡ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു നേരം മാത്രമേ അവർക്ക് ഫീഡ് കൊടുത്താൽ മതി. ഇതിന്റെ കൈയുടെയും കാലിന്റെ ഇടയിലുള്ള ഇതാണ് അതിന്റെ ചിറകുകൾ. ഇത് പറക്കുന്ന ഫ്ലൈയിങ് സ്ക്വറൽ എന്നാണ് ഇതിന് പറയുന്നത്. ഷുവർ ഗ്ലൈഡർ നല്ല അടിപൊളി ഒരു പെറ്റായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ബൈറ്റ് ടെൻഡൻസിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഐറ്റമാണ് ഈ ഗ്ലൈഡർ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളൊരു വേണമെന്നുള്ളൂ. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 7,500 രൂപയാണ്. സിംഗിൾ പീസിന് വരുന്ന പ്രൈസ് ഒരു പീസിന് 7,500 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ പുതിയതായിട്ട് കൊണ്ടുവന്നൊരു ആളെയാണ് കേട്ടോ. ഇത് നമ്മുടെ റോയൽ ബോൾ പേത്തിന്റെ തന്നെ പൈൻ സ്ട്രിപ്പ് എന്ന് പറയുന്നൊരു കളർ പാറ്റേൺ ആണ്. ആൾ ഏകദേശം ഒരു 4 അടിയോളം വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിലാണ്. നമ്മുടെ കയ്യിൽ ഒരു ബോൾ പൈത്തൻ ഫീമെയിൽ കിടപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു മെയിലിനെ എടുത്താണ്. ഇപ്പം പെറ്റായിട്ടുള്ളത് നല്ല പെറ്റായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അടിപൊളിയാണ് ആള്, കുഴപ്പമൊന്നുമില്ല. സൈലന്റ് ക്യാരക്ടർ. ഇതുപോലുള്ള ബേബീസൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ കയ്യിൽ നമ്മുടെ ഫീമെയിലിന് ഏകദേശം 1.5 കിലോളം വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത് ബ്രീഡിംഗ് പരുവായി. നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കാനായിട്ട് മെയിലിനെ എടുത്താണ്. നല്ല ഹെവി സൈസ്. ഇപ്പോൾ കണ്ടില്ല, നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കാണാനുണ്ട്. ആള് ഭയങ്കര സൈലന്റ് ആണ്. അറ്റാക്കിംഗ് മൈൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ ബേബീസ് ഒക്കെ നമ്മുടെ എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണമെന്ന് താല്പര്യമുള്ളത്, ഇപ്പോൾ ഇതൊന്നല്ല, എല്ലാ എക്സോട്ടിക് പെറ്റ്സ് ആണെങ്കിലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ആർക്കെങ്കിലും വാങ്ങണമെന്നുള്ളവർ വേഗം നമ്മളുമായിട്ട് കോൺടാക്ട്, നമ്മൾ ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പറും ബാക്കി ഡീറ്റെയിലും എല്ലാം നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇതായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവിന്റെ ഒരു അഡൽട്ട് ബ്രീഡിംഗ് സെറ്റ് ആണ്. ഒരുപാട് പേര് ഒരു ആഗ്രഹമായിട്ടുള്ള ഒരു ബേർഡാണ് മക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെയൊക്കെ പണ്ട് കാലത്ത് ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു പേര് മക്കാവിനെ മേടിക്കുക എന്നുള്ളത്. നമ്മുടെ കയ്യിൽ ഒരു 3 ബ്രീഡിംഗ് സെറ്റുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം ടൈംഡ് ആയിട്ടുള്ള ബ്രീഡിംഗ് പേരുകളാണ്. നല്ല സൈസ് ഉണ്ട്. അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള പക്ക റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉള്ള പേരുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ടൈംഡാണ്. DNA കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പേരിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 3,75,000 രൂപയാണ് ഒരു പേരിന് വരുന്ന പ്രൈസ്. ഒരു പേരിന് 3,75,000 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ജെൻഡേക്കൊണിയറിന്റെ ഒരു അഡൽട്ട് പേരാണ്. ജെൻഡേക്കൊണിയറിന്റെ അഡൽട്ട് ആയിട്ടുള്ള ബ്രീഡിംഗ് സെറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം ഒരു 3.5-4 വയസ്സെടുത്തിട്ട് പ്രായമായ ഒരു പേരാണ്. ഓൾറെഡി ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. ഇപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ കൊണിയറുകളെ സെറ്റ് ചെയ്യണം ആരെങ്കിലും നോക്കി 200 തന്നെ കളിക്കുള്ളൂ. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 7,000 രൂപയാണ് പേരിന് വരുന്ന പ്രൈസ്. അഡൽട്ട് സെറ്റിൽഡ് പേരാണ്. അതിന് വരുന്ന പ്രൈസ് പേരിന് 7,000 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ സഞ്ചിക്കുടി കുനിയറിന്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ്. റെഡ് ഫാക്ടർ സഞ്ചി കുനിയറിന്റെ ഒരു പേരാണ്. മാർക്കറ്റിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില ഉണ്ടായിരുന്ന ഒരു പേരാണ് സഞ്ചിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ല കളറും നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രീഡിംഗ് റിസൾട്ട് ഉള്ള പേരാണ്. അതുപോലെ ടൈംഡ് പേര് കൂടിയാണ്. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പേരിന് 14,000 രൂപയാണ് പേരിന് വരുന്ന പ്രൈസ്. ഒരു പേരിന് 14,000 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ബേർഡാണ്. അതുപോലെ തന്നെ ഒരുപാട് ആരാധകരുള്ള ഒരു ബേർഡ് കൂടിയാണ് മോങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മോങ്ക വെറൈറ്റിയിൽ തന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ലൂട്ടിനോ. ലൂട്ടിനോ മോങ്ങിന്റെ ഒരു അഡൽട്ട് ഫീമെയിൽ, ഏകദേശം 3 വയസ്സോളം പ്രായമായ ടൈംഡ് ആയിട്ടുള്ള അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ഒരു ബേർഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലൂട്ടിനോ മോങ്ക്. 3 വയസ്സ് പ്രായമുണ്ട്. നല്ല ടൈമിലാണ്. നമുക്ക് വീട്ടിനകത്ത് കഴിച്ചു വിട്ട് വളർത്താം. മാർക്കറ്റിൽ പേരിന് 45,000 മുതൽ 60,000 രൂപ വരെ ഉണ്ട്. ഇതിന് വരുന്ന പ്രൈസ് 15,000 രൂപയാണ്. സിംഗിൾ പീസിന് വരുന്ന പ്രൈസ്. ഒരു പീസിന് 15,000 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ സൺകുനിയറിന്റെ ഒരു അഡൽട്ട് ബ്രീഡിംഗ് സെറ്റും ഒരു മെയിലൂടെ കിടക്കുന്ന ഒരു ബാച്ചാണ്. ബ്രീഡിംഗ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തന്നെ നമുക്കിപ്പോൾ 5 കുഞ്ഞുങ്ങളും കൊടുക്കാനായിട്ടുണ്ട്. പിന്നുള്ളത് എക്സ്ട്രാ ഒരു മെയിലാണ്. ടോട്ടൽ 3 പീസാണ് നമുക്ക് വരുന്നത്. ഒരു ബ്രീഡിംഗ് പെയറും വിത്ത് ഒരു മെയിലുമാണ്. ടോട്ടൽ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 20,000 രൂപയാണ് വരുന്നത്. ബ്രീഡിംഗ് പെയറും ആ മെയിലോട് ചേർത്ത് വരുന്ന പ്രൈസ് 20,000 രൂപ.
നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ യെല്ലോ ഫെയ്ഡ് യൂണിയറിന്റെ ഒരു അഡൽട്ട് പെയറും ഒരു സിംഗിൾ മെയിലുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അഡൽട്ട് പെയറും സിംഗിൾ മെയിലുമാണ്. അഡൽട്ട് പെയറിന് ഏകദേശം ഒരു 2 വയസ്സോളം പ്രായമുണ്ട്. സിംഗിൾ മെയിൽ ഏകദേശം ഒരു 11 മാസത്തോളമൊക്കെ പ്രായമുണ്ട്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പെയറിന് 2800 രൂപയാണ്. സിംഗിൾ മെയിലിന് 1500 രൂപയാണ് വില വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ബ്ലൂ ഗ്രീൻ ചിക്കൻ യൂണിയറിന്റെ ഒരു അഡൽട്ട് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു പെയറാണ്. ടൈംഡ് പെയറാണ്. ബ്ലൂ സീരീസിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് ബ്ലൂ ഗ്രീൻ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ഹെവി സൈസ്, നന്നായിട്ട് ബ്രീഡാവുന്ന ഒരു പെയറാണ്. നന്നായിട്ട് ബ്രീഡാവുന്ന അടിപൊളി റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പെയറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലൂ ഗ്രീൻ ചിക്കൻ്റെ പെയർ. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയറിന് 4500 രൂപയാണ് വില വരുന്നത്. ഒരു പെയറിന് 4500 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ സൺകുണിയുടെ ടേംഡ് ആയിട്ടുള്ള ഒരു 10 പീസ് നമ്മുടെ എല്ലാം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഫുള്ള് ടേംഡ് ആയിട്ടുള്ള 10 പീസ്. ഇപ്പോൾ സിംഗിളായിട്ട് പെറ്റായിട്ടൊക്കെ വാങ്ങി വളർത്താൻ ആഗ്രഹിച്ചിരുന്നവർക്ക് പറ്റിയ റൈറ്റാണ് സൺകുണിയുടെ ടേംഡ്. വീടിനകത്തൊക്കെ അഴിച്ചു വിട്ട് വളർത്താം. അതുപോലെ കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരു പെറ്റാക്കി വാങ്ങി കൊടുക്കാൻ പറ്റുന്ന ഐറ്റം കൂടിയാണ് സൺകുണികൾ. അത്യാവശ്യം നല്ല റെഡ് കയറിയ ബേർഡുകളാണ്. ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസ് 5000 രൂപയാണ് വരുന്നത്. സിംഗിൾ പീസിന് 5000 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ കുണിയുടെ റെഡ് ഫാക്ടറാണ്. പൈനാപ്പിൾ കുണിയുടെ പ്യുവർ ക്വാളിറ്റി റെഡ് ഫാക്ടറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി ക്വാളിറ്റി, ഒരു രക്ഷയില്ലാത്ത ബേർഡാണ്. മാർക്കറ്റിൽ ഒരു പെയറിന് 10000 രൂപയ്ക്ക് മുകളിലോട്ട് വില ഉണ്ടായിരുന്ന ഒരു ബേർഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെഡ് ഫാക്ടർ. അപ്പോൾ നമ്മളിന്ന് ഓഫർ പ്രൈസിലാണ് കൊടുക്കാൻ പോകുന്നത്. ഇതിന് വരുന്ന പ്രൈസ് 3500 രൂപയാണ് പെയറിന് വരുന്ന പ്രൈസ്. ഒരു പെയറിന് 3500 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഫുള്ളി ടൈമുള്ള റെയിൻബോ ലോറിയുടെ ഒരു മെയിൽ ബേർഡാണ്. ഫുള്ളി ടൈംഡ് ബേർഡാണ്. നന്നായിട്ട് കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കയ്യിലൊക്കെ എടുത്ത് ഫ്രീ ആയിട്ട് വെളിയിലൊക്കെ കൊണ്ടു നടക്കാൻ പറ്റും. അതുപോലെ ടൈംഡ് ആയിട്ടുള്ള ബേർഡാണ്. 5 മാസമാണ് പ്രായം വരുന്നത്. ഇപ്പോൾ ടൈംഡ് ആയിട്ടുള്ള ലോറി കുട്ടികളായാലും നമുക്ക് 200 രൂപ വിളിച്ചുള്ളൂ. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പീസിന് 13000 രൂപയാണ് വരുന്നത്. സിംഗിൾ പീസിന് 13000 രൂപ. എന്ന് പറഞ്ഞാൽ ഗിനിറ്റിക്കുകളാണ്. ഗിനിറ്റിക്ക് ഇപ്പോൾ നമ്മുടെ 2 ടൈപ്പ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അബിസീനിയൻ ഉണ്ട്. അബിസീനിയൻ എന്ന് പറഞ്ഞാൽ ഹെയർ ഉള്ള ടൈപ്പാണ്. അബിസീനിയൻ ഗിനിറ്റിക്ക് നോർമൽ ഗിനിറ്റിക്കുകൾ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം അഡൽട്ട് ആയിട്ടുള്ള ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേരുകളാണ്. ഫുൾ അഡൽട്ട് ആയിട്ടുള്ള പേരുകളാണ്. നോർമലി ഒരു 4 മാസം മുതലൊക്കെ ഇവർ ബ്രീഡായി തുടങ്ങും. ഇതിന് വരുന്ന പ്രൈസ് നോർമൽ ഗിനിറ്റിക്കുകൾക്ക് വരുന്ന പ്രൈസ് 400. അബിസീനിയൻ 1000 രൂപയാണ് പേരിന് റേറ്റ് വരുന്നത്. നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ബംഗാളി ഫിഞ്ചസുകളാണ്. സൊസൈറ്റി ഫിഞ്ചസ് എന്നൊക്കെ പറയുന്ന റൈറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ബ്രീഡാവും. നോർമലി ഫിഞ്ചസുകൾക്കകത്ത് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ബേർഡും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കുന്ന ഒരു ബേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി ഫിഞ്ചസുകളാണ്. നന്നായിട്ട് തന്നെ ഇപ്പോൾ ഒരു നോർമലി ഒരു 4 മുതൽ 7 മുട്ട വരെയാണ്. എല്ലാ മുട്ടയും കറക്റ്റായിട്ട് അടയിൽ നിന്ന് വിരിയിക്കും. നോർമലി ഇത് 2 മെയിലാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വേറെ ഏതെങ്കിലും ഫിഞ്ചസുകളുടെ മുട്ട എടുത്ത് വെച്ചെടുത്താൽ ഇവർ അടയിൽ നിന്ന് വിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ എക്സോട്ടിക് ഫിഞ്ചസുകളൊക്കെ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ബംഗാളി ഫിഞ്ചസിനെ ഫസ്റ്റായിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ബംഗാളി ഫിഞ്ചസിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പേരിന് 350 രൂപയാണ്. ഒരു പേരിന് 380 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഡയമണ്ട് ഡോവുകളാണ്. ഡയമണ്ട് ഡോവിന്റെ അഡൽട്ട് പേരുകളാണ്. ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള ബേർഡ്സ് ആണ് ഇപ്പോൾ ഡയമണ്ട് ഡോവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ബേർഡുകളാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് മറ്റുള്ള ഫിഞ്ചസുകളിലൂടെ ഒക്കെ വിട്ട് വളർത്താൻ പറ്റും. വലിയ കുഴപ്പമില്ലാത്ത സ്ഥല സൗകര്യം മാത്രം നമുക്ക് കൊടുത്താൽ മതി. പിന്നെ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പേരിന് 1000 രൂപയാണ് വരുന്നത്. ഒരു പേരിന് 1000 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ എക്ലറ്റസ് പാരറ്റുകളാണ്. എക്ലറ്റസിനകത്ത് തന്നെ മെയിൽ ബേർഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2.5 വർഷം പ്രായമുണ്ട്. ടൈമറാണ്. ടോക്കി എന്ന ബേർഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതെന്റെ ടൈംഡ് ആയിട്ടുള്ള ബേർഡാണ്. ഫുള്ള് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ബേർഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 52,000 രൂപയാണ് സിംഗിൾ പീസിന് വരുന്നത്. നോർമലി ഗ്രേ പാറ്റിനൊക്കെ അതേപോലെ തന്നെയാണ്. നന്നായിട്ട് സംസാരിക്കുന്ന ബേർഡാണ്. ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് 52,000 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ഗോൾഡൻ മിഞ്ചസ് ആണ്. ഗോൾഡൻ മിഞ്ചസിനകത്ത് തന്നെ ഏറ്റവും റെയർ ആയിട്ടുള്ള ബേർഡ്, ഡിമാൻഡുള്ള ബേർഡാണ് ബ്ലൂ ഗോൾഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ബ്രീഡാവുന്ന ബേർഡുകളാണ്. നമ്മുടെ ലോക്കൽ ആയതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി പവർ നല്ല കൂടുതലായിരിക്കും. ഈ കണ്ടുകൊണ്ടിരുന്ന ബ്ലൂ ഗോൾഡൻ മിഞ്ചസിന് വരുന്ന പ്രൈസ് 5500 ഒരു പേരിന് വരുന്ന പ്രൈസ്. ഒരു പേരിന് 5500 രൂപ. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ സെൻഡ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളോ പെറ്റ്സിനെ പറ്റി അറിയാനൊക്കെ ഉണ്ടെങ്കിൽ സുമേഷിനെ വിളിക്കാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തുള്ള ബെല്ലിയുടെ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.